കണ്ണൂർ കണ്ണപുരം മലപ്പട്ടം പഞ്ചായത്തുകളിലെ 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരിക്കുകയാണ്. അപേക്ഷയിലെ പിഴവിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. നേരത്തെ 2 പഞ്ചായത്തിലും 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലായിരുന്നു. കണ്ണപുരം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷെരീഫ് ഫ്രാൻസിസ് പത്രിക പിൻവലിച്ചു. ഷെരീഫ് പത്രിക പിൻവലിച്ചതോടെ LDF സ്ഥാനാർത്ഥി KV സജനിക്ക് എതിരില്ലാതായി. ഇതോടെ കണ്ണപുരത്ത് 4 വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ല. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, സംസ്ഥാനത്ത് ഒരുപക്ഷെ എതിരാളികളില്ലാതെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ കണ്ണൂരിലായിരിക്കും. അവിടങ്ങളിൽ ആരുടെയൊക്കെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയിട്ടുള്ളത്? ആരൊക്കെയാണ് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്? പഞ്ചായത്തുകളിലാണ് ഇന്ന് സൂക്ഷ്മ പരിശോധനാ ദിവസം. മൊത്തം 5 സ്ഥാനാർത്ഥികൾ, 3 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും അതുപോലെ തന്നെ പത്രിക തള്ളുകയും ചെയ്ത സാഹചര്യം വന്നിരിക്കുന്നത്. ഇതോടുകൂടി മലപ്പട്ടത്ത് 3 സ്ഥാനാർത്ഥികളിലും അതുപോലെ തന്നെ കണ്ണപുരത്ത് 4 സ്ഥാനാർത്ഥികൾക്കും LDF എതിരില്ലാത്തൊരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. മലപ്പട്ടം പഞ്ചായത്തിലുള്ള 12-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി P നിത്യശ്രീയുടെ പത്രിക ഇന്ന് തള്ളിയിരുന്നു. അത് പത്രികയിൽ നിത്യശ്രീയുടെ ഒപ്പല്ല, വ്യാജമായിട്ടുള്ള ഒപ്പാണ് ഇട്ടിരുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിത്യശ്രീയുടെ പത്രിക തള്ളിയത്. അതേപോലെ കണ്ണപുരം പഞ്ചായത്തിലെ 10-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ NA ഗ്രേസി, അവർ സത്യവാങ്മൂലം നൽകിയിട്ടില്ല. ഈ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലം അവരുടേതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രേസിയുടെ പത്രികയും തള്ളി. അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടിയാണ് കണ്ണപുരം പഞ്ചായത്തിലെ തന്നെ 3-ാം വാർഡിലുള്ള UDF സ്ഥാനാർത്ഥിയായ ഷെരീഫ് ഫ്രാൻസിസ് പത്രിക പിൻവലിച്ചത്. ഇതോടെ കണ്ണപുരത്തെ മൊത്തം 4 വാർഡുകളിൽ LDFന് എതിരില്ലാത്ത സാഹചര്യം വന്നു. നേരത്തെ സൂചിപ്പിച്ച മലപ്പട്ടത്ത് 3 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത. ഇന്നലെ തന്നെ പത്രിക നൽകാനുള്ള, നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന ഘട്ടത്തിൽ ആന്തൂർ നഗരസഭയിലുള്ള 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ മൊത്തം ഒരു നഗരസഭയും 2 ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് 9 ഇടങ്ങളിൽ LDFന് എതിർ സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ദിവ്യ.